ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പ സി വി. ഇപ്പോൾ അധികം നമ്മൾ പുറത്തോട്ട്, അതായത് പുറം രാജ്യങ്ങളിലേക്ക് നമ്മൾ ജോലിക്ക് പോകുമ്പം അധികം ആൾക്കാരും ചോദിക്കണം സി വി ആയിരിക്കും. യൂറോപ്പ സി വി വേണം, യൂറോപ്പ സി വി വേണം, ജർമ്മൻ ലാംഗ്വേജ് വേണം, മറ്റേ ഇറ്റാലിയൻ ലാംഗ്വേജ് വേണം, അങ്ങനെ എന്താ പറയുക, പലതരം ലാംഗ്വേജുകളിൽ നമുക്ക് യൂറോപ്പ സി വി വേണം എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ യൂറോപ്പ സി വി എങ്ങനെ നമുക്ക് സിമ്പിളായി നമ്മുടെ ഫോണിൽ കൂടെ ചെയ്യാമെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നേരെ ക്രോമിലോട്ട് കയറാം. ക്രോമിലോട്ട് കയറിയതിന് ശേഷം യൂറോപ്പ സി വി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂറോപ്പ സി വി. അപ്പോൾ ഇങ്ങനെ കുറേ ലിങ്ക് വരും. അപ്പം അതിൽ ഈ ഒരു ലിങ്ക് ഉണ്ട്, ക്രിയേറ്റ് യുവർ യൂറോപ്പ സി വി എന്നുള്ള ഈ ഒരു ലിങ്കിൽ കയറാം. ഇതിപ്പം നോർമലി നമ്മൾ കയറുമ്പോൾ ഈ ഒരു ടൈപ്പായിരിക്കും ഉണ്ടാവുക. ഞാനിപ്പം ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടേ കൊണ്ടാണ് ഈ രീതിക്ക് കിട്ടണേ. അപ്പം അതിലെന്തായാലും കയറിയിട്ട് ദ ബെസ്റ്റ് നോൺ സി വി ഇൻഫോർമാറ്റ് ഇൻ യൂറോപ്പ് ഇല്ലേ, അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ യൂറോപ്പ സി വി. ആ യൂറോപ്പ സി വിയിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് ലോഡായി വരും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ലോഡായി വന്നിട്ടുണ്ട്. 3 ഓപ്ഷനാണുള്ളത്: സ്റ്റാർട്ട് ഫ്രം യുവർ പ്രൊഫൈൽ, സ്റ്റാർട്ട് ഫ്രം യൂറോപ്പ സി വി, ക്രിയേറ്റ് എ ന്യൂ സി വി. അപ്പം ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഒരു യൂറോപ്പ സി വി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും കറക്ഷനോ ഇല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിൽ കറക്ഷൻ ചെയ്യാനുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലിതേപോലെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ഉള്ള നമ്മുടെ അടുത്തുള്ള യൂറോപ്പ സി വി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കറക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സി വി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പം ക്രിയേറ്റ് ന്യൂ സി വി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ നമുക്കിവിടെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഡേറ്റ് ഫോർമാറ്റ്, അതായത് മാസം, ദിവസം, വർഷം, അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിക്സായി കിടക്കണ പരിപാടി. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എഡിറ്റ് എന്നുള്ളിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ നമുക്ക് സി വിയിൽ ഏത് ഫോട്ടോ ആണ്, നമ്മുടെ ഏത് ഫോട്ടോ ആണ് സി വിയിലോട്ട് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെയുള്ള ബാക്കി ഇവിടെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് എല്ലാം ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ നിങ്ങളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു റെഡ് ഡോട്ട് വരുന്നില്ലേ, റെഡ് ഡോട്ട് വരുന്ന ആ കാര്യങ്ങൾ, ഇതേപോലെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് റെഡ് ഡോട്ടിൽ വരിക. അപ്പോൾ ആ റെഡ് ഡോട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം എന്താ പറയുക, ആകെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഒന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഇവിടേക്കൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യട്ടെ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി എല്ലാം ഒന്നും ഫില്ല് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ അടുത്തൊരു ഓപ്ഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പേരും ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെയുള്ള ഭാഗത്ത് എന്താ പറയുക, നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യം അധികം വരാറില്ല. അത് ഒരു സി വിയിൽ അതിൻ്റെ ആവശ്യം അങ്ങനെ അധികം വരാറില്ല. അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ മാത്രം അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്ങിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിടാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് ഫോൺ നമ്പർ ആഡ് ചെയ്യുക. അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വർക്ക് അഡ്രസ്സ് ഉണ്ട്, പിന്നെ ഹോം അഡ്രസ്സ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ഇട്ടതിന് ശേഷം ഇവിടെ ഈ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, ഈ സേവ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക. ഒരിക്കലും നെക്സ്റ്റ്, അതിൻ്റെ അവിടെ ഒരു നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊരിക്കലും കൊടുക്കല്. സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. കാരണം നമുക്ക് ഇനിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആഡ് ന്യൂ സെക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് വരിക. അപ്പം അവിടെ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം ആഡ് ന്യൂ സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ സെലക്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ഓപ്ഷൻസ് വരും. വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ലാംഗ്വേജ് സ്കിൽസ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അപ്പം ഫസ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ പോവുക, ആഡ് സെക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് വരിക. അപ്പോൾ
ഓപ്ഷൻസ് വരുമ്പം ഫസ്റ്റ് നമ്മൾ SSLC എന്ന് കൊടുക്കുക. SSLC ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ SSLC കൊടുക്കുക, +2 ആണെങ്കിൽ +2 കൊടുക്കുക, ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി കൊടുക്കുക. പിന്നെ ഓർഗനൈസേഷൻ, അതിൻ്റെ പേര് മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നില്ല, കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതായത് SSLC കൊടുക്കുന്നവർക്ക് അവിടെ ഗവൺമെൻറ് ഓഫ് കേരള എന്നോ CBSE ആണെങ്കിൽ അതോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രീതിക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ പഠിച്ച സ്ഥലം ചോദിക്കുന്നുണ്ട്, കൺട്രി ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കൺട്രിയിൽ ഇവിടെ ജസ്റ്റ് ഇന്ത്യ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ വരും. പിന്നെ നമ്മൾ എപ്പോൾ തൊട്ട് എപ്പോൾ വരാണ് പഠിച്ചെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. SSLC, പിന്നെന്താണ് മാൻഡേറ്ററി, ജസ്റ്റ് SSLC ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഇപ്പോൾ SSLC കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വേറെയും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ആഡ് ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ +2 കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡിഗ്രിയും കൂടെ നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ കോഴ്സ് പഠിച്ചത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ന്യൂവിൽ കൊടുക്കുക. ആഡ് ന്യൂവിൽ കൊടുക്കുമ്പം ഇതേപോലെ പിന്നെയും ഓപ്ഷൻ വരും. അപ്പോൾ ഓൾറെഡി ഉള്ള SSLC അവിടെ ഉണ്ടാവും, ഓൾറെഡി നമ്മൾ ആഡ് ചെയ്ത കാര്യങ്ങൾ അവിടെ ഉണ്ടാവും, പ്ലസ് നമുക്ക് അഡീഷനായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ ചെയ്യുക. അതായത് മറ്റേ ആഡ് ന്യൂ സെക്ഷനിൽ പോവുക, പിന്നെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക, ലാംഗ്വേജ് സ്കിൽസിൽ പോവുക. അപ്പം നമ്മളിപ്പോൾ മദർ ടങ് ചോദിക്കുന്നുണ്ട്, മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മലയാളം വരത്തൊന്നുമില്ല, ജസ്റ്റ് അവിടെ ഇട്ടാൽ മതി. മലയാളം നമുക്ക് ഇതിൽ ഓപ്ഷനായിട്ട് വരില്ല, നമ്മൾ തന്നെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അവിടെ വെച്ചിരുന്നാൽ മതി. പിന്നെ അതർ ലാംഗ്വേജസിൽ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇംഗ്ലീഷ് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് കൊടുത്തു കഴിയുമ്പം ഇതേപോലത്തെ ഒരു ഓപ്ഷൻ വരും. അതായത് ഇതിന് ഓരോ ഗ്രേഡായിട്ടാണ് വരിക. ലിസണിങ്ങിന് ഇത്ര ഗ്രേഡ്, അതായത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, A1, A2, B1, B2, C1, C2. അപ്പോൾ ഈ ഓരോ ഗ്രേഡിൻ്റെയും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് അവിടെ വായിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. A1 ആണ് ഏറ്റവും താഴ്ന്നത്. അതായത് നമുക്ക് കുറച്ച് എന്താ പറയണേ, ഒരു 10%ലേക്ക് നമുക്ക് മനസ്സിലാവും, കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് A1 കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ അറിയുന്നുണ്ടെങ്കിൽ C2 കൊടുക്കാം. ഏറ്റവും ഹൈ ആയിട്ടുള്ളത് C2 ആണ്, ഏറ്റവും ലോ ആയിട്ടുള്ളത് A1. നമുക്ക് നമ്മുടെ ലാംഗ്വേജിലുള്ള കാര്യങ്ങളും സ്കില്ലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് എല്ലാത്തിലും കൊടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ C1 കൊടുക്കുകയാണ് എല്ലാത്തിലും. അതേപോലെ ലിസണിങ്ങിൽ മാത്രമല്ല എല്ലാത്തിലും കൊടുക്കണം. റീഡിങ് കൊടുക്കുക, സ്പീക്കിങ് കൊടുക്കുക, കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട്, ഞാൻ ഇംഗ്ലീഷിൽ വലിയ പുലിയൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ചുമ്മാ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ആഡ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പം അത് ജസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ ഇനിയിപ്പോൾ ഹിന്ദിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ഈ ആഡ് അനദർ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ കൊടുക്കാൻ പറ്റും. ഇല്ല നമുക്ക് ഈ ജസ്റ്റ് മലയാളം ഇംഗ്ലീഷ് ഇത് തന്നെ മതി എന്നാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ രണ്ടെണ്ണം കൊടുത്തിട്ട് ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അതും അവിടെ സേവ് ആവും. പിന്നെ നമുക്ക് അടുത്ത എന്തൊക്കെയാണ്, ഡ്രൈവ് ലൈസൻസ് ആഡ് ചെയ്യണോ പിന്നെ ഈ പറഞ്ഞ പോലെ ആഡ് ന്യൂ സെക്ഷൻ അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവ് ലൈസൻസ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഓപ്ഷൻ വരുന്നുണ്ട്, അതിൽ ചെയ്യാവുന്നതാണ്. അതായത് പാസ്പോർട്ടിൻ്റെ ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തില്ലേ, അതിൻ്റെ ആ ഒരു ഭാഗത്ത് പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ സ്കിൽസ്, വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് എന്താ പറയണേ, ഓവറായിട്ട് വരച്ച് കിട്ടാനുള്ള വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആവും, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമെന്നുള്ള രീതിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും ജസ്റ്റ് എന്താ പറയണേ ഇത്ര കാണിച്ചു തരുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയേ ഉള്ളൂ. ഇപ്പം വേറെ എന്താ പറയണേ ഇതിൻ്റെ അപ്പുറത്തോട്ട് വലുതായിട്ട് ഇതിൽ പിന്നെ ഓരോ കാര്യങ്ങൾ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇത്രയും നമ്മൾ ആഡ് ചെയ്യേണ്ട എന്തൊക്കെയാണോ അതൊക്കെ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പം ഇതേപോലെ പ്രീസെറ്റ് വരും. അതായത് യൂറോപാസിൽ 4 പ്രീസെറ്റ് ഉണ്ട് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രീസെറ്റാണിത്. അത് എന്താ പറയണേ, ഒരു CV മര്യാദയ്ക്ക് ഇങ്ങനെയല്ല കേട്ടോ വരിക. അപ്പോൾ ഞാൻ ഇത്ര കൊടുത്ത ഡീറ്റെയിൽസ് അനുസരിച്ച് ഒരു CVൻ്റെ ലെങ്ത്ത്, ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് അനുസരിച്ച് CV ലെങ്ത്ത് ഇത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ എന്താ പറയുക ഈ ഒരു രീതിക്ക് വരുന്നത്. അപ്പം എന്താ പറയുക, ഇവിടെ നമുക്ക് ഈ പുറത്തുള്ള ഔട്ട്ലൈൻ്റെയൊക്കെ കളർ ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ കണ്ടു ഓരോ കളർ കിടക്കുന്നത്, ആ കളർ നമ്മളവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിലും കളർ മാറിക്കൊണ്ടിരിക്കും, ഈ ഔട്ട്ലൈൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം എന്താ പറയുക,
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ഇപ്പം യൂറോപ്പാസിൻ്റെ സി വിൻ്റെ ലോഗോ ഇതേപോലെ കാണിക്കും. അപ്പോൾ യൂറോപ്പാസ് സി വിൻ്റെ ലോഗോ അവിടെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക കിടന്നോട്ടെ. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്ഷനുണ്ട്, ആഡ് യൂറോപ്പാസ് ലോഗോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അതിൽ നോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് പോവും. പിന്നെ പേജ് നമ്പർ നമുക്ക് സി വിക്ക് 2 or 3 പേജൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പേജ് നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ പേജ് നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ആഡ് ക്ലോസിങ് സ്റ്റേറ്റ്മെൻ്റ് എന്നുണ്ട്. ആഡ് ക്ലോസിങ് സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലാസ്റ്റ് സി വിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, ഐ ഹേർഡ് ബൈ ഡിക്ലെയറിങ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. ആ സംഭവം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കയറ്റുക. അതിനുശേഷം ഇവിടെ പ്ലേസ് കൊടുക്കുക. പിന്നെ ഇന്നത്തെ ഡേറ്റ് കൊടുക്കണമെങ്കിൽ മാത്രം ഡേറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഡേറ്റ് കൊടുക്കണമെങ്കിൽ അവിടെ വിട്ടയക്കുക. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഒപ്പ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പം ഒപ്പ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതും കൂടി അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുക. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഇവിടെ ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക, എന്താ പറയുക, ചൂസ് എ നെയിം ഫോർ യുവർ സി വി. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പേര് തന്നെ കൊടുക്കുകയാണെങ്കിൽ പേര് തന്നെ കൊടുക്കാം. നമുക്ക് നമ്മുടെ സി വിക്ക് എന്താണോ പേര് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേര് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഹിഷാം എന്ന് കൊടുക്കുക, ഹിഷാം. ഓക്കെ. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. ഈ ഡൗൺലോഡിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സി വി നമ്മുടെ എന്താ പറയുക ഇതിലോട്ട് വരും, ഫോണിലോട്ട് ഡൗൺലോഡായി കിട്ടും. അപ്പോൾ ഇത്രയ്ക്ക് എളുപ്പമുള്ള പരിപാടിയാണ് ഈ യൂറോപ്പാസ് സി വിയും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിതിനായിട്ട് വെറുതെ പുറത്തുള്ള കഫേയിലോ അക്ഷയയിലോ ഒന്നും പോയിട്ട് പൈസ കളഞ്ഞ് ക്യൂ നിന്ന് ഇതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ പറയുക, ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എക്സിറ്റ് അടിച്ച് പോവാം, ഇല്ലെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ കറക്ഷൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓപ്ഷനും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ സ്റ്റാർട്ട് ഫ്രം യൂറോപ്പാസ് സി വി എന്നുള്ളതിൽ നമ്മൾ ഓൾറെഡി ഉള്ള യൂറോപ്പാസ് സി വി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ പോയി ഈ ഫയൽ സെലക്ട് ചെയ്യാനുള്ളതിൽ പോവുക. അതിനുശേഷം നമ്മുടെ എന്താ പറയുക ഈ ഒരു നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന സി വി അതിവിടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സി വിയിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുക. സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ സി വി എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ വന്നത് ആ ഒരു രീതിക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ലാംഗ്വേജ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതേപോലെ നമുക്ക് ഓൾറെഡി ഇംഗ്ലീഷിൽ ചെയ്തൊരു സി വി ആണ്, അത് നമുക്ക് വേറൊരു ലാംഗ്വേജിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ മറ്റുള്ള ലാംഗ്വേജിലോട്ട്, ഇപ്പോൾ ജർമ്മനാണോ ജർമ്മൻ ആണെങ്കിൽ ജർമ്മൻ, ചൈനീസ് ആണെങ്കിൽ ചൈനീസ്, അപ്പം ആ ഒരു ലാംഗ്വേജിലോട്ട് അത് കൺവേർട്ടായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ യൂറോപ്പാസ് സി വി എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യണത്. അപ്പം എന്താ പറയുക, വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. അപ്പോൾ പറ്റുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ജസ്റ്റ് ലൈക്ക് അടിച്ച് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഞാനെന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.